ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിടുക. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ച് തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത്. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായി തള വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 70-75% മാത്രമേ അരി വേവിക്കാൻ പാടുള്ളൂ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. അരിയുടെ വേവ് നോക്കി ഊറ്റിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ വേവ് പാകമായിട്ടുണ്ട്. നമുക്ക് അരി ഊറ്റി മാറ്റിയെടുക്കാം. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ, ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ട, ലീക്സ്, സെല്ലറി. ലീക്സും സെല്ലറിയും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ മാത്രം ചേർത്താലും മതി. പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 1 പച്ചമുളക് എന്നിവ ചേർത്ത് ഇളക്കുക. ഫ്ലെയിം കൂട്ടിയിട്ടതിന് ശേഷം വേണം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട്. 4-5 സെക്കൻഡ് അത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് തയ്യാറാക്കി തുടങ്ങാൻ. അല്ലെങ്കിൽ അടി പിടിക്കുവാനോ കരിഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിച്ച ടേസ്റ്റിൽ ഇത് കിട്ടുകയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ഇളക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി വേവിച്ചതിന് ശേഷം വലിയൊരു പാത്രത്തിൽ പരത്തിയിട്ട് ചൂടാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് സമയം സൂക്ഷിച്ചതാണ്. ഇങ്ങനെ ചെയ്താൽ അരി നല്ലപോലെ വേറിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി വെജിറ്റബിൾസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ റൈസ് നല്ലപോലെ മിക്സ് ചെയ്യുക. ശ്രദ്ധയോടെ വേണം അരി മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റൈസ് പൊട്ടിപ്പോകും. മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ ഞാൻ ഈ ഉപയോഗിക്കുന്ന പോലത്തെ തവിയോ ഉപയോഗിച്ച് വെജിറ്റബിൾസും അരിയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മിക്സിങ് നന്നായിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുവിധം മിക്സായി കഴിയുമ്പോൾ ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലീക്സും സെല്ലറിയും മുട്ടയും ചേർത്ത് മിക്സ് ചെയ്യുക. ലീക്സും സെല്ലറിയും നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ മാത്രം ചേർത്താലും മതി. പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങളിതൊക്കെ ചേർത്ത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കൂട്ടാനായിട്ട് ഈ ഇലകൾ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാനെപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കായാലും ഇതൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. പലരും പല രീതിയിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. നിങ്ങൾ ഈ രീതിയിൽ ഒറ്റ തവണ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് ഇതിന് അഡിക്റ്റായി തീരും. ഇനി നമുക്ക് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും 1.5 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് കുരുമുളകും മുകളിലായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചെയ്താലും മതി. ഫ്രൈഡ് റൈസ് റെഡിയാക്കിയതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതാണ് ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾക്ക് ഇത് തന്നെ ചിക്കൻ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഉപ്പിട്ട് ചിക്കൻ വേവിച്ചതിന് ശേഷം ഇതിൽ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.